ഹരിയാനയിലെ ഗൗരുഗ്രാമിൽ താമസിക്കുന്ന ദമ്പതികളായിരുന്നു വിക്രവും ദീപികയും. ഈ വിക്രം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ദീപിക ആയിക്കോട്ടെ ഇന്ത്യൻ ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു. ഇവർക്ക് 2 കുട്ടികളായിരുന്നു. മൂത്ത കുട്ടിക്ക് 4 വയസ്സായിരുന്നു പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം. 2013 2 പേരുടെയും വിവാഹം. കുറച്ചു കാലം പ്രേമിച്ചിട്ടൊക്കെയാണ് ഇരുവരും വിവാഹം കഴിച്ചത്. ഗൗരുഗ്രാമിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് 2 പേരും കൂടെ കുടുംബമായിട്ട് താമസിക്കുന്നത്. അങ്ങനെയിരിക്കെ 2018 ഒക്ടോബർ 27 അന്ന് കർവാ ചൗത്തിന്റെ ആഘോഷമാണ്. ഈ കർവാ ചൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ്. അന്നേ ദിവസം ഭർത്താക്കന്മാരുടെ നല്ല സാമ്പത്തിക ശേഷിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാവിയൊക്കെ നല്ലതാകാൻ വേണ്ടിയിട്ട് ഭാര്യമാര് ഒരു ഉപവാസം എടുക്കും. രാവിലെ മുതൽ, അതായത് സൂര്യ ഉദയം മുതൽ ചന്ദ്രൻ ഉദിക്കുന്ന വരെയുള്ള ആ സമയങ്ങളിൽ ആഹാരം ഒന്നും തന്നെ കഴിക്കില്ല. അങ്ങനെ വിക്രത്തിന് വേണ്ടിയിട്ട് ഭാര്യയായിട്ടുള്ള ദീപിക ആ ഉപവാസം എടുത്തിരുന്നു. അത് കൂടുതൽ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിന്റെ മാതാപിതാക്കളും അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഏതാണ്ട് 8:30 കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും 9 മണി കഴിഞ്ഞ് വിക്രത്തിന്റെ മാതാപിതാക്കൾ തിരികെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്ന് രാത്രി 9:37 ആയപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്ന്, ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു. വിക്രം ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാരും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുകയും ചെയ്തു. കാരണം എന്തോ താഴേക്ക് വീഴുന്ന ഒരു ശബ്ദവും കേട്ടിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ്. വിക്രം നോക്കുമ്പോൾ തൻ്റെ ഭാര്യയായിട്ടുള്ള ദീപികയാണ് മരിച്ചു കിടക്കുന്നത്. വിക്രം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിലവിളിച്ച് കരയുകയാണ്. വളരെ പെട്ടെന്ന് ഈ ദീപികയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ അവർ താമസിക്കുന്നത് ആ അപ്പാർട്ട്മെന്റിന്റെ 8ാമത്തെ ഫ്ലോറിലാണ്. അത്രയും ഉയരത്തിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുമ്പോൾ എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടും. അങ്ങനെ ദീപിക ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു അപകടമരണമായതുകൊണ്ട് പോലീസിനെ ഈ കാര്യം അറിയിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ദീപികയുടെ വീട്ടുകാർക്ക് ആ ശരീരം വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ 29 രാവിലെ തന്നെ ഈ ദീപികയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു: തൻ്റെ മകൾ ദീപികയുടെ മരണം ഒരു അപകടമരണമല്ല, നേരെ മറിച്ച് അത് കൊലപാതകം തന്നെയാണ്. ദീപികയുടെ ഭർത്താവായിട്ടുള്ള വിക്രമായിരിക്കും തീർച്ചയായിട്ടും അവളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ പിതാവ് പോലീസിനോട് പറയുകയാണ്, എൻ്റെ മകളെ ഈ വിക്രം എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. അതുകൂടാതെ ഡിവോഴ്സ് വേണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം അവന് മറ്റൊരു സ്ത്രീയുമായിട്ട് മോശപ്പെട്ട ബന്ധമുണ്ടായിരുന്നു. എൻ്റെ മകള് ഞങ്ങളോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പിതാവ് ഒരു പരാതി നൽകിയത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വിക്രത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും നടന്ന എല്ലാ സംഭവങ്ങളും വിക്രത്തിനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. വിക്രം പറയുകയാണ്, ഒക്ടോബർ 27 രാത്രി സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. 9 മണി കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. രാത്രി ഏതാണ്ട് 9 മണിക്ക് ശേഷം ഞാൻ കുട്ടികളുമായിട്ട് മുറിയിൽ ഇരിക്കുകയാണ്. ഭാര്യ ആയിക്കോട്ടെ, ദീപിക ആയിക്കോട്ടെ, അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിലേക്ക് ഫോണുമായിട്ട് പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ആരോ നിലത്ത് വീണതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ താഴത്തേക്ക് ചെല്ലുന്നതും എൻ്റെ ഭാര്യ മരണപ്പെട്ട കാര്യം നേരിട്ട് കാണുകയും ചെയ്തത്. അതിൽ കൂടുതൽ ഒരു കാര്യവും തനിക്ക് അറിയില്ല എന്ന് ഈ വിക്രം പോലീസിനോട് പറയുകയാണ്. പോലീസ് അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം അതിൽ സംശയിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് വിക്രത്തിന്റെ കൈഭാഗം ശ്രദ്ധിക്കുകയാണ്. ഈ കൈയിലായിട്ട് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് എന്തോ കൊണ്ട് ഉറഞ്ഞ പോലത്തെ കുറച്ച് പാടുകൾ ഉണ്ടായിരുന്നു. പോലീസ് വിക്രത്തിനോട് ചോദിച്ചു, ഈ പാടുകൾ, ഈ മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടായത്? വിക്രം പറയുകയാണ്, ഭാര്യ മരിച്ചപ്പോൾ ഞാൻ നിലത്തേക്ക് തെന്നി വീണിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് നിലത്തേക്ക് തെന്നി വീണു. ആ സമയത്താണ് എൻ്റെ കയ്യിൽ ഈ മുറിപ്പാടുകൾ ഉണ്ടായത്. പോലീസിന് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ നിലത്തേക്ക് തെന്നി വീഴുകയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കൈയുടെ ഈ ഭാഗത്തായിട്ടായിരിക്കും കൂടുതൽ മുറിവുകൾ ഉണ്ടാകുക. നേരെ മറിച്ച് കൈയുടെ ഉൾഭാഗത്ത്, ഈ ഭാഗത്ത് മുറിവുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല തറയിൽ വീണ് ഉരഞ്ഞ പോലത്തെ പാടുകൾ ആയിരുന്നില്ലത്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിനെ വിളിച്ച് ആ മുറിപ്പാടുകൾ കാണിക്കുകയും ചെയ്തു. ആ ഡോക്ടർ പറയുകയാണ്, ഈ മുറിവ് കണ്ടിട്ട് നിലത്ത് വീണ് ഉരഞ്ഞ പോലത്തെ പാടുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ നഖം കൊണ്ട് ഒരാളെ കീറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നഖം കൊണ്ട് കയ്യിൽ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുറിപ്പാടുകൾ ഉണ്ടാകുന്നത്, ആ രീതിയിലാണ് ഈ മുറിവുകൾ കാണപ്പെടുന്നത്.
മാത്രമല്ല ഒരു സ്ത്രീയുടെ നഖം കൊണ്ട് കീറിയ പോലത്തെ മുറിവുകൾ ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്നും ആ ഡോക്ടർ പറയുകയാണ്. കാരണം ആ മുറിവുകൾക്ക് ആഴം കൂടുതലായിരുന്നു. ഇത് കേട്ടപ്പോൾ പോലീസിന്റെ ആ സംശയം വീണ്ടും കൂടുകയാണ്. അതുകൊണ്ട് ഈ വിക്രത്തെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിക്രത്തിന്റെ മൊബൈൽ ഫോൺ കൂടെ പോലീസ് ചെക്ക് ചെയ്യുകയാണ്. ആ മൊബൈൽ ഫോണിൽ ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഓരോ മെസ്സേജും പോലീസ് പരിശോധിക്കുകയാണ്. ഒക്ടോബർ 27 രാത്രി 9:37 ദീപിക മരണപ്പെടുന്നത്. അതിന് 7 മിനിറ്റ് മുന്നേ, കൃത്യമായിട്ട് പറഞ്ഞാൽ 9:30 ഈ വിക്രം അവന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു: ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചു, ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു, പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല. ആ മെസ്സേജിന് ഒരു റിപ്ലൈ ഉണ്ട്. ആ റിപ്ലൈ ഇപ്രകാരമായിരുന്നു: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കുക. ആ ഒരു മെസ്സേജിന് വിക്രം റിപ്ലൈ കൊടുത്തത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ഭാര്യ മരണപ്പെട്ട് 9:37 ശേഷമാണ് ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ആ റിപ്ലൈ എന്ന് പറയുന്നത് ഡൺ എന്ന് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭാര്യ മരണപ്പെട്ടതിന് ശേഷം ആ ഒരു മെസ്സേജിന് ഈ വിക്രം റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മരണത്തിൽ ഈ വിക്രത്തിന് പങ്ക് ഉണ്ടാകും. അത് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ വിക്രം എന്ന് പറയുന്നവൻ ആ മെസ്സേജ് അയച്ചതെല്ലാം തന്നെ അവന്റെ കാമുകിക്കാണ്. ആ കാമുകിയുമായിട്ടുള്ള ഒരുപാട് മെസ്സേജും അവരുടെ കോൾ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഫോട്ടോസ്, ന്യൂഡ് ഫോട്ടോസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഫോട്ടോസും അവൻ്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ പേര് ഷെഫാലി എന്നായിരുന്നു. തീർച്ചയായിട്ടും ഈ ഷെഫാലിയും വിക്രവും കൂടെയാണ് ദീപികയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് ഏറെക്കുറെ വ്യക്തമാകുകയും ചെയ്തു. അങ്ങനെ അവനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ്. അതേ സമയത്ത് ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരാൾ കൂടെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ആ വ്യക്തി നേരിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തു. ആ വ്യക്തി പറയുകയാണ്, ഒക്ടോബർ 27 രാത്രി സമയത്ത് ഏതാണ്ട് 9 മണി കഴിഞ്ഞിട്ട് ഈ വിക്രവും ദീപികയും കൂടെ അവരുടെ ആ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് വാക്ക് തർക്കം ഉണ്ടാകുകയും അതിന് ഒടുവിൽ ഈ വിക്രം ദീപികയെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന്, ബാൽക്കണിയിൽ നിന്ന് തള്ളി താഴേക്ക് ഇടുകയും ചെയ്തു. ഈ ദീപികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിക്രത്തിന്റെ കയ്യിൽ കയറി പിടിച്ചതാണ്. പക്ഷേ ആ കൈ തെന്നി മാറ്റി അവളെ താഴേക്ക് ഇടുകയായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത ഒരു പാവത്തെ പോലെ അവൻ താഴേക്ക് വരികയും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കുകയും ചെയ്തു. ആ സമയത്ത് അവൻ നിലത്തേക്ക് തെന്നി വീണ്ടിരുന്നു. ഒരുപക്ഷെ ആ കൈയുടെ മുറിവ് മറക്കാനായിട്ട് ഒരു കള്ളത്തരം ആയിട്ടായിരിക്കാം അങ്ങനെ തെന്നി വീണത്. ഈ സംഭവങ്ങൾ എല്ലാം തന്നെ ആ വ്യക്തി നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഒരു കേസാകുമെന്ന് പേടിച്ചിട്ടാണ് ഒന്നും തന്നെ പോലീസിനെ അറിയിക്കാതിരുന്നത്. പക്ഷേ ഈ വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ സംഭവങ്ങളും പോലീസിനോട് പറയാനായിട്ട് ആ വ്യക്തി തീരുമാനം എടുക്കുകയും ചെയ്തു. ഇതുകൂടെ കേട്ടപ്പോൾ പോലീസിന് ഉറപ്പായി വിക്രം തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഇനി അറിയേണ്ടത് അവൻ എന്തിന്, എങ്ങനെ ദീപികയെ കൊലപ്പെടുത്തി എന്നാണ്. അതിനുള്ള മറുപടികൾ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് അറിയുകയും ചെയ്തു. വിക്രം പറയുകയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. എൻ്റെ കാമുകി ഷെഫാലി അതിനെന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഓരോ സംഭവങ്ങളും അവൻ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. 2017 ആ ഒരു അപ്പാർട്ട്മെന്റ് വിക്രം വാങ്ങുന്നത്. ആ അപ്പാർട്ട്മെന്റ് ഈ ഷെഫാലി എന്ന് പറയുന്ന അവൻ്റെ കാമുകിയുടേതായിരുന്നു. ആ കാമുകിക്ക് ആ ഫ്ലാറ്റിൽ 2 അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ ഒന്ന് വിൽക്കാനായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു. ആ ഒരു പരസ്യം കണ്ടിട്ടാണ് വിക്രവും ഭാര്യയും ചേർന്നുകൊണ്ട് ആ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നത്. ആ അപ്പാർട്ട്മെന്റ് വാങ്ങിയ ശേഷം ഷെഫാലിയുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവുകയായിരുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ 3ാമത്തെ ഫ്ലോറിൽ മറ്റൊരു അപ്പാർട്ട്മെന്റിലാണ് ഈ ഷെഫാലി താമസിച്ചിരുന്നത്. അങ്ങനെ 2 പേർക്കും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാകുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. 2 പേരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോകുന്നു, ജോഗിങ്ങിന് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ പ്രണയബന്ധം എല്ലാ രീതിയിലും ദൃഢമാകുകയായിരുന്നു. പതിയെ ഈ കാര്യങ്ങൾ ദീപിക അറിയുകയാണ്. അങ്ങനെ ദീപികയും വിക്രവുമായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്തു. ഈ വിക്രം ദീപികക്ക് ഒരു വാക്ക് കൊടുത്തു, ഇനി മേലാല് ഷെഫാലിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല. അങ്ങനെ ഷെഫാലിയുമായിട്ടുള്ള ആ കോണ്ടാക്ട് ഏറെക്കുറെ വിക്രം നിർത്തുകയും ചെയ്തു. അങ്ങനെ ആ ഭാര്യയും ഭർത്താവുമൊത്ത് സന്തോഷമായിട്ട് ജീവിച്ച് പോവുകയായിരുന്നു. അതിനിടയിൽ ദീപിക 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണി ആകുകയാണ്. 7ാമത്തെ മാസം ഈ ദീപിക അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കുഞ്ഞിനെ കൂടെ ആ 7ാം മാസ ചടങ്ങിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ദീപിക കൊണ്ടുപോയിരുന്നു. ആ ഒരു സമയത്ത്, ആ ഒരു മാസങ്ങളിൽ
വിക്രം മാത്രമാണ് ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത്. ഷെഫാലിയുടെ ഭർത്താവായിക്കോട്ടെ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സമയത്ത് ഷെഫാലിയും വിക്രവുമായിട്ട് വീണ്ടും അടുപ്പത്തിൽ ആവുകയാണ്. രണ്ടുപേരും കൂടെ വിക്രത്തിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോവുകയും ഈ ഷെഫാലി ഗർഭിണി ആകുകയും ചെയ്തു. അതേ സമയത്ത് ദീപിക ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ഈ ഷെഫാലി ഗർഭിണിയായപ്പോൾ അവൾ വിക്രത്തിനോട് പറയുകയാണ്, ഞാനിപ്പോൾ ഗർഭിണിയായിരിക്കുന്നു, അതുകൊണ്ട് നീ നിന്റെ ഭാര്യയും കുട്ടികളെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കണം, ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാം. വിക്രം അതിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ദീപിക ആ കുഞ്ഞിന് 1 മാസം പ്രായമായപ്പോൾ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തുകയാണ്. മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ വിക്രം ഉണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് ദീപികയുമായിട്ട് നിരന്തരം വഴക്കിടുകയാണ്. അവളോട് ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ദീപിക തയ്യാറായില്ല. അവളുടെ അച്ഛനോടും അമ്മയോടും നടന്ന എല്ലാ സംഭവങ്ങളും ഷെഫാലിയുടെ കാര്യം ഉൾപ്പെടെ പറയുകയാണ്. അങ്ങനെ വീട്ടുകാർ ഇടപെട്ട് ഒത്തുതീർപ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. ഈ ദീപിക ഭർത്താവിനോട് പറയുകയാണ്, വിക്രത്തോട് പറയുകയാണ്, ഇനി മേലാൽ ഷെഫാലിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യരുത്. പക്ഷെ വിക്രം ആരും അറിയാതെ രഹസ്യമായിട്ട് ഷെഫാലിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും നടന്ന എല്ലാ സംഭവങ്ങളും അവളെ അറിയിക്കുകയും ചെയ്തു. അതിനിടയിൽ ഷെഫാലി അവളുടെ ഭർത്താവുമായിട്ട് പിണങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ദീപികയെ കൊലപ്പെടുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു പ്ലാൻ അവർ തയ്യാറാക്കുകയും ചെയ്തു. അവരുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ വിക്രം ഭാര്യയോട് കൂടുതൽ സ്നേഹം കാണിച്ച് ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക, ആരും കാണാതെ അവിടെ വെച്ച് ദീപികയെ കൊലപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് 2018 ഒക്ടോബർ 24 ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഈ വിക്രം ദീപികയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അവരുടെ 2 കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് വെച്ച് ദീപികയെ കൊലപ്പെടുത്താനായിട്ട് വിക്രത്തിന് സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ 26 അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ഷെഫാലിയോട് വിക്രം പറയുകയാണ്. ഷെഫാലി പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പ്ലാൻ തയ്യാറാക്കാം. അവരുടെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ആ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്ന് ഈ ദീപികയെ താഴത്തേക്ക് തള്ളിയിടുക എന്നതായിരുന്നു. അങ്ങനെയാണ് ഒക്ടോബർ 27 രാത്രി സമയത്ത് ഈ വിക്രം ദീപികയുമായിട്ട് ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നത്. ഒരുപാട് സമയം വഴക്കുണ്ടാക്കിയും ഈ ദീപികയെ ഉപദ്രവിക്കുകയും ചെയ്തു. ദീപികയോട് വിക്രം പറയുകയാണ്, എനിക്ക് എന്തായാലും നിന്നെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം, ഷെഫാലി മൊത്തം ഒരുമിച്ച് ജീവിക്കണമെന്ന് കൂടെ വിക്രം ദീപികയോട് പറയുകയാണ്. ദീപികക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. ഒരിക്കലും ഡിവോഴ്സ് നൽകില്ലെന്ന് അവൾ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ആ ഒരു ദേഷ്യത്തിൽ ഈ വിക്രം ദീപികയെ ആ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് തള്ളി ഇടുകയായിരുന്നു. ഈ ദീപിക ആയിക്കോട്ടെ ആ സമയത്ത് വിക്രത്തിന്റെ കയ്യിലേക്ക് കയറി പിടിച്ചിരുന്നു. ആ കൈ അയച്ച് അവളെ നിലത്തേക്ക് തള്ളി ഇടുകയും ചെയ്തു. ആ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടാണ് അവൻ താഴേക്ക് പോയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരു കള്ളനാടകം അഭിനയിക്കുകയും ചെയ്തത്. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി തന്നെയാണ് ഈ വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഷെഫാലി എന്ന് പറയുന്ന അവന്റെ കാമുകിയെ 2ാം പ്രതിയായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയം വരെയും 2 പ്രതികൾക്കും ശിക്ഷ ഒന്നും തന്നെ കോടതി വിധിച്ചിട്ടില്ല. 2 പേർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. See you.